ഹലോ ഡിയേഴ്സ്, ഇന്ന് റംസാൻ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് സിമ്പിളായിട്ട് എന്താണ് ഇഫ്താറിന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു കപ്പ് ചെറിയ പയറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് 4 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കണം. സോക്ക് ചെയ്തിട്ടുള്ള ചെറുപയർ 4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. 4 വിസിലായ ശേഷം നമ്മൾ ചെറുപയർ ഈ ഒരു രീതിയിൽ വെന്തിട്ടുണ്ടാവും. ഇനി ഒരു സൈഡിൽ ശർക്കര കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര കുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊക്കനട്ട് മിൽക്ക് റെഡിയാക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറുകിയ കൊക്കനട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. കൊക്കനട്ട് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെയിനർ യൂസ് ചെയ്തിട്ട് ഇതിൽ മിൽക്ക് എടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കണം. നമ്മളെ കൊക്കനട്ട് മിൽക്ക് റെഡിയായി. ഒരു സൈഡിൽ വെസൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ചൂടായ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരിത്തിരി കാഷ്നട്ട് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയാണ്. ഇത് ബ്രൗൺ കളർ വരുന്ന വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ വേപ്പിച്ച് വെച്ചിട്ടുള്ള പയറൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പയർ വേണമെങ്കിൽ സ്മാഷ് ചെയ്യുക. ചില ആൾക്ക് ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമാണ്. ഇനി ഒരു സൈഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ശർക്കര പാനി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി പായസം റെഡി. ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇന്ന് പപ്പായ ആണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. നോമ്പ് തുറക്കുമ്പോൾ ഒരു 20 ഗ്രാമെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് റിച്ച് ഇൻ കാൽസ്യം, അയറൺ ഉള്ളൊരു ഫ്രൂട്ട്സ് ആണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഡെയിലി ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഹെൽപ്ഫുൾ ആണ്. ഇനി എടുക്കുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ചും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഈ നോമ്പ് കാലത്തിലൊക്കെ നമ്മൾ ജങ്ക് ഫുഡ്, ഓയിലി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുപയർ കഴിക്കാൻ നോക്കുക. ചെറുപയറിൽ ധാരാളമായി പ്രോട്ടീൻ അംശമുണ്ട്. ഇത് നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കാൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഗ്രേപ്സ്, ഫ്രൂട്ട്സിൽ ഗ്രേപ്സ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ. ബോഡി കൂളിംഗ് എഫക്റ്റ് തരാണ് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഡ്രിങ്ക്സ് ആണ് തുക്കും പാല്. ഡേ 3 എൻ്റെ ഇഫ്താർ സ്പെഷ്യൽ ഇത്രമേ ഉള്ളൂ. ഇനി മുതൽ ഹെൽത്തിയായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.